മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്കെന്തോ വിഷമം പോലെ എന്തോ അവർക്കെന്തോ ഒരു വിഷമം പോലെ. സംസാരിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ, പ്ലീസ് പ്ലീസ്. സാർ, ഇവിടെ ബഹുമാനായ മന്ത്രി അല്ലാതെയുള്ള പ്രസംഗം ദീർഘമായി കേട്ടവരാണ് ഇവിടെയുള്ള പുതിയ അംഗങ്ങൾ ഒഴികെയുള്ള എല്ലാവരും. എത്ര വീറോടെ അദ്ദേഹം സംസാരിക്കുന്ന നാം കേട്ടിട്ടുണ്ട് സാർ. പക്ഷെ ഇന്ന് അദ്ദേഹം വലിയ മനസാക്ഷിക്കുത്തോടെയാണ് സംസാരിക്കുന്നതായി കണ്ടത്. ഇതിനെല്ലാം മൂകസാക്ഷിയായി നിന്നുകൊണ്ട് മറുപടി പറയേണ്ടി വന്നല്ലോ എന്ന ഒരു വിഷമബോധം അദ്ദേഹത്തിൻ്റെ മറുപടിയിലാകെ കാണാൻ കഴിയുന്നുണ്ട്. സർ, ഇവിടെ PMC വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തിയിട്ടുള്ളത്. സർ, ഞാൻ സംസാരിക്കാതിരിക്കുന്ന സമയം അപ്പുറം ബഹളം വരുമ്പോഴായിരിക്കും. അപ്പോൾ അത് എൻ്റെ സമയത്തിൽ കൂട്ടാൻ പാടില്ല. ദയവായിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഇവിടെ ഞാൻ പറഞ്ഞത് UDF സർക്കാർ ഈ PMC വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. സർ, ഇവിടെ ഓർമ്മയില്ലേ, അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പം അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? സർ, ഇവിടെ ഒരു മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളാകെ മാറുകയാണ്. മാത്രമല്ല, ഒരു തരത്തിലുള്ള ആ പദ്ധതിയുടെ വക്താക്കളായി മാറുന്നതാണ് കാണുന്നത്. സർ, ഇവിടെ എന്താണ് ഇത്തരമൊരു നിലപാട് മാറുന്നതിനുണ്ടായ കാരണം? അതിൻ്റെ ജാള്യത വലിയ തോതിൽ അപ്പുറം ബാധിക്കുന്നുണ്ട്. എന്തോ ഇടക്ക് പറഞ്ഞല്ലോ, നേരെ പറയലാണല്ലോ നമ്മൾ തമ്മിലുള്ളൊരു ശീലം. വെറുതെ ഇരുന്നിടത്ത് നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഞാൻ പ്രൊസീഡ് ചെയ്യാണ് സാർ. ഞാൻ അങ്ങേ അനുസരിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യുകയാണല്ലോ ഞാൻ. സാർ, ഇവിടെ ബഹുമാനായ മന്ത്രി നല്ലതുപോലെ ശ്രമിച്ചത്, ഞങ്ങളിപ്പോൾ വിഷമത്തിലായത് മുൻ സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിട്ടു, അതുകൊണ്ട് വേറെ യാതൊരു വഴിയുമില്ല, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക് മാത്രമേ ഞങ്ങളുടെ മുന്നിൽ വഴിയുള്ളൂ. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. സർ, ഈ പറയുന്ന ധാരണാപത്രം 2025 ഒക്ടോബർ മാസം മുതൽ 8 മാസം പിന്നിട്ടിരിക്കുന്നു ഒപ്പിട്ടിട്ട്. ഇതേവരെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന പദ്ധതി നടപ്പായിട്ടില്ല. അതൊരു വസ്തുതയാണല്ലോ. ഇത് നടപ്പാക്കിയിട്ടില്ല എന്നത് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയ കാര്യമാണല്ലോ. കേരളത്തിലെ PMC നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്, നടപ്പാക്കിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. സർ, ഇവിടെ 2026 മെയ് 8 കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അയച്ച കത്ത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. സർ, അതിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണല്ലോ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു അഭ്യർത്ഥനയാണല്ലോ, ആ റിക്വസ്റ്റാണല്ലോ അവർ മുന്നോട്ട് വെക്കുന്നത്. നടപ്പാക്കിയെങ്കിൽ
അത്തരമൊരു കത്തയക്കേണ്ട കാര്യമുണ്ടോ? സർ, ഇവിടെ PM-ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാവണമെങ്കിൽ ഇപ്പോൾ അധികാരത്തിലുള്ള സർക്കാർ ബോധപൂർവമായ അതിനനുകൂലമായ തീരുമാനമെടുക്കണം. എങ്കിൽ മാത്രമേ PM-ശ്രീ ഇവിടെ നടപ്പാക്കാൻ പറ്റൂ. ഇതാണ് സാഹചര്യം. അത്തരമൊരു തീരുമാനം നിങ്ങൾ സംസ്ഥാന സർക്കാർ രഹസ്യമായി എടുക്കാനുള്ള കരുക്കൾ നീക്കുന്നു എന്നുള്ളതാണ് ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളത്. സർ, 2 കാര്യങ്ങളാണ് തീർത്തും വസ്തുതാവിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ ധാരണാപത്രം അത് മരവിപ്പിക്കാനാണ്, അതിലൂടെ മരവിപ്പിക്കാനാണ്, അല്ലാതെ റദ്ദാക്കലല്ല LDF സർക്കാർ ചെയ്തു തീർന്നു. സർ, LDF സർക്കാർ ഒക്ടോബർ